നമസ്കാരം. തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായത്തോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക രാഹുൽ സദാശിവൻ കോംബോയിലെത്തിയ ബ്രഹ്മയുഗം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. 7 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിടാൻ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ ഇന്ന് ബുധനാഴ്ച വർക്കിംഗ് ഡേയിലെ ബുക്കിംഗ് സ്റ്റാറ്റസ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. വൈകുന്നേരം 7 മണിക്ക് ശേഷം ബുക്ക് മൈ ഷോയിലൂടെ ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് 2500 പരം ടിക്കറ്റുകളാണ് ബ്രഹ്മയുഗത്തിൻ്റെത്. എറണാകുളത്തെ ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ വൈകുന്നേരം 7:55 ശേഷം കളിക്കാൻ പോകുന്നത് ഏകദേശം ബ്രഹ്മയുഗം 37 ഷോകളാണ്. അതിൽ 5 ഷോ ഇപ്പോൾ തന്നെ ഹൗസ്ഫുൾ സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കിയുള്ള 24 ഷോ ഓറഞ്ച് അലേർട്ടാണ്. വർക്കിംഗ് ഡേയിലും മികച്ച കുതിപ്പ് തന്നെയാണ് ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 14,87,00,000 രൂപയാണ് ബ്രഹ്മയുഗം എന്ന സിനിമ സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ 7ാം ദിവസമായ ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 15 കോടി പിന്നിടാൻ പോവുകയാണ്. അതോടൊപ്പം തുടർച്ചയായ 7ാം ദിവസവും കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ചിത്രം ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴിഞ്ഞ 6 ദിവസങ്ങളിൽ ബ്രഹ്മയുഗം എന്ന സിനിമ കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ഷൻ എത്ര പേരെ നേടി നമുക്ക് നോക്കാം. ആദ്യം കർണാടക ബോക്സ് ഓഫീസിലേക്ക് പോകുമ്പോൾ ആദ്യ ദിവസം സ്വന്തമാക്കിയത് 30 ലക്ഷം രൂപയാണ്. 2ാം ദിവസം അത് 16 ലക്ഷം, 3ാം ദിവസം അത് 36 ലക്ഷം, 4ാം ദിവസം അത് 38 ലക്ഷം, 5ാം ദിവസം അത് 9 ലക്ഷം, 6ാം ദിവസമായ ഇന്നലെ 8 ലക്ഷം രൂപയാണ് കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും ബ്രഹ്മയുഗം സ്വന്തമാക്കിയിരിക്കുന്നത്. ടോട്ടൽ കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും 6 ദിവസങ്ങൾ കൊണ്ട് 1,37,00,000 രൂപയും ചിത്രം സ്വന്തമാക്കി. ഇനി തമിഴ്നാട് ബോക്സ് ഓഫീസിലേക്ക് പോകുമ്പോൾ ആദ്യ ദിവസം സ്വന്തമാക്കിയത് 12 ലക്ഷം രൂപയാണ്. 2ാം ദിവസം അത് 8 ലക്ഷം രൂപയും, 3ാം ദിവസം അത് 20 ലക്ഷം രൂപയും, 4ാം ദിവസം അത് 25 ലക്ഷം രൂപയും, 5ാം ദിവസം അത് 7 ലക്ഷം രൂപയും, 6ാം ദിവസം അത് 6 ലക്ഷം രൂപയും നേടി. ആകെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ബ്രഹ്മയുഗം എന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് 2,15,00,000 മുകളിലാണ്. ടോട്ടൽ 6 ദിവസങ്ങൾ കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ മാത്രമായിട്ട് 3 കോടിക്ക് മുകളിൽ ചിത്രം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.